മഹർ തന്ന് മയക്കി എൻ്റെ മുത്തുമണിമാരൻ മാറിലേക്കൊരമ്പു വിട്ടൻ മുത്തുമണിമാരൻ മതിലേഖവിൻ വാതിലിൽ ശരറാന്തൽ തിരിനീട്ടവേ ഋതുവിൻ പരിമളമൊഴുകി. ആക്ച്വലി കണ്ടു സുജാ ചേച്ചി പാടി കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് അത് കേട്ടിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അത് ഈ മെയില് പാടിയതെന്ന് വിചാരിക്കാറ്. അത്രയും ഒരമ്മ പാടി അമ്മയുടെ വെച്ചിരിക്കുകയാണല്ലോ. ഇനി ഇതെങ്ങനെ അച്ഛൻ പാടിയില്ല അയ്യോടാ. എന്നുള്ളൊരു ഒരു സംഭവം. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ ഉം. കുയിലേ കുഞ്ഞിക്കുയിലേ തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം. തേൻ തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം. ഒരു കാഥികൻ പാട്ടുകാരനാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ കാഥികനായത് തന്നെ പാട്ടുകാരനാവാനാണ് എന്ന് പറയുന്ന സംഗീതത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന മലയാളത്തിലേക്ക് ഒരുപിടി ഹിറ്റുകൾ തന്നിട്ടുള്ള ഗായകൻ കെ നിഷാദാണ് ഇന്ന് വാട്ടൈ പാട്ടിൽ എന്റെ കൂടെ ചേരുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം അതെ, ചെയ്തേ. ലോങ് ടൈം അല്ലേ? അതെ. 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങള് മീറ്റ് ചെയ്യുന്നത്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഉം. ഇത് ഭയങ്കര ടാഗായി പോയല്ലോ. ഈ കാഥികൻ പാട്ടുകാരനാവുക ആ, എന്നൊക്കെ പറയുമ്പോ അത് ശരിക്ക് എന്നെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി. ആക്ച്വലി ആ ഒരു ഇങ്ങനെ ഒരു വളഞ്ഞ വഴി, അതായത് കഥാപ്രസംഗത്തിലൂടെ പാട്ടുകാരനാവുക, അതിലേക്ക് റൂട്ട് മാപ്പ് ഇട്ട് വരിക, ആ ഒരു വഴി അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആക്ച്വലി അതൊരു സംഭവിച്ചാണെന്ന് വേണേ പറയാം. കാരണം ആ, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പാടാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഉം, പക്ഷെ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് ഇത് ഉം, രണ്ടും മത്സരിക്കാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു ഏ, ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആഹാ. അപ്പം അവൻ അതിന് പോകുമ്പോൾ സത്യം പറഞ്ഞ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ മാറി നിന്നിട്ട് അപ്പൊ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അയ്യടാ. അങ്ങനെ വന്നപ്പോഴാണ് ആ, എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് ഒരു വിജയൻ എന്ന് പറയുന്ന സാറ്, ഉം, ഞാൻ വിജയൻ മാമൻ എന്ന് വിളിക്കും. ഉം, ആ, ഉം, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അദ്ദേഹം ഒരു കാഥികനായിരുന്നു. ആഹാ. അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥകൾക്കൊക്കെ അച്ഛനാണ് സംഗീതം ചെയ്തത്. പാട്ടുകൾ ഉണ്ടാവുമല്ലോ ഉം, കഥയിൽ. ഉം, ഉം, അപ്പോൾ അച്ഛൻ സംഗീതം ചെയ്തപ്പം മനോഹരങ്ങളായ പാട്ടുകളാണ് അതിൽ. ഉം, അപ്പൊ അത് അന്ന് മുതലേ ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പല കഥാപ്രസംഗങ്ങളിലെ. ഉം. അപ്പൊ അച്ഛനത് അച്ഛനോട് പറയുകയും അച്ഛനത് ട്രൈ ചെയ്യാൻ പറയുകയും അങ്ങനെ കോമ്പറ്റീഷൻ ഞാൻ കഥാപ്രസംഗം പറഞ്ഞു തുടങ്ങിയതാ അങ്ങനെ. അപ്പൊ അതില് എനിക്ക് കൂടുതൽ എന്ന് പറയുന്നത് അച്ഛൻ ട്യൂൺ ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടാവും അതിൽ. ഉം, ഉം. അപ്പൊ അത് അത് ഭയങ്കര മ്യൂസിക്കലാണ്. അപ്പൊ അച്ഛൻ നല്ലൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട്, അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. നല്ലൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ട്യൂണുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആഹാ. അപ്പൊ അങ്ങനെ ആ കഥയിലേക്ക് ഞാൻ തിരിഞ്ഞു. അപ്പൊ അങ്ങനെ വേണേ പറയാം, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഉം, പിന്നെ ഈ ഒരു രീതിയിൽ പിൽക്കാലത്ത് അത് എങ്ങനെ ഉപകാരപ്പെടുന്നൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഉപകാരപ്പെട്ടു. കാരണം ഈ കഥാപ്രസംഗങ്ങളിൽ വരുന്ന പാട്ടുകളെല്ലാം ഈ പറയുന്ന പോലെ പിന്നെ എന്താ പറയാ സിറ്റുവേഷണൽ ഓറിയന്റഡ് ആയിട്ടാണുള്ളത്. ഉം. അതെ, അതെ, അതെ. ഉം, അപ്പം ആ സിറ്റുവേഷന് എങ്ങനെയാണോ നമ്മൾ ആ പാട്ടിനെ ഇമോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡ് അറിയാതെ ഇതിലൂടെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഉം. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം പാട്ടുകൾ സംഭവിക്കുന്ന ഇപ്പം സിനിമയിലാണെങ്കിൽ തന്നെ അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണല്ലോ എപ്പോഴും റൊമാൻറ്റിക്, അല്ലെങ്കിൽ ഒരു വിരഹം, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിൽ വരുമ്പോൾ അത് എന്നെ സഹായിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഉം. പാട്ടുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അങ്ങനെയുള്ളതുള്ളത്. എന്നുള്ളത്. എന്നിട്ട് ആ കാഥികന് ഇപ്പൊ എന്താ പറ്റിയത്? കാഥികനെ ആ- എപ്പോഴെങ്കിലും ആ- ചടകുടഞ്ഞ് എണീക്കാറുണ്ടോ? കാതികനെ ഞാൻ മയക്കി കിടത്തി. മയക്കിയെടുത്ത്. അത് കൊള്ളാം. കുട്ടികൾക്ക് കഥ പറയാൻ പോലും ഇടക്ക് ഇല്ല. ഉം, ഉം. അത് കിടന്ന് ഉറങ്ങിക്കാന്ന് പറയാ. നോ എന്താ പറയാ, കിടത്തി ഇറക്കുക. ഇടയ്ക്ക് വരരുത് ഇത്. കാരണം പക്ഷെ അതല്ല ഞാൻ വിടാൻ കാരണം എന്ന് പറയുന്നത് തന്നെ ആ, കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഉം, ചില കഥാപാത്രങ്ങളായി മാറുന്നു. അപ്പൊ കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഉം, പ്രയോഗിക്കേണ്ടി വരും. ഇപ്പൊ ചില അട്ടഹസിക്കുന്നതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഈ പാട്ടിനെ അല്ല
പാടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലായി, തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്ക് സ്ട്രെയിൻ സ്ട്രെയിൻ വരും. ആവുന്ന രീതിയിലായി. അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ട് ഉം. മാറിയതാണ്. മാറിയതാ. കൊള്ളാം. ഞാൻ അച്ഛനോട് പറയായിരുന്നു എനിക്ക് ഇങ്ങനെ പാടിയാ മതി ഇത് വേണ്ട. അയ്യടാ. കുറെ പറഞ്ഞപ്പോ അച്ഛൻ പിന്നെ ഓക്കെ. ആ. അതുപോലെ തന്നെ ലൈഫിൽ വന്നിട്ടുള്ള വേറൊരു ഫേസ് ആണ് കണക്കധ്യാപകൻ. അത് 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 ശരിക്കും മരിച്ചുപോയി, അങ്ങനെ ഉറക്കിയതല്ല മരിച്ചു, കൊന്നു. കൊന്നുപോയി. എന്നുവെച്ചാ ഇപ്പൊ എന്താണ് കണക്ക് കൂട്ടണേ കാൽക്കുലേറ്റർ വേണമെന്നുള്ള അവസ്ഥയായി. ആണോ? അത്ര അടിപൊളി. അത്ര ഉപയോഗിക്കാത്തൊരവസ്ഥയിലായത്. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനമൊക്കെ കണക്കിലാണ് എന്നൊക്കെ പറയെങ്കില് ആണ് എന്നാലും. കണക്കിലാണ്, എന്നാലും എന്റെ കാര്യത്തിൽ അകരുതില്ല പക്ഷെ അതൊക്കെ. മാത്സ് എനിക്ക് ഉപകാരപ്പെട്ടത് ഈ മ്യൂസിക്കിലാണ്. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. എന്നുവെച്ചാ എല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് ഇതിൽ മുഴുവൻ മ്യൂസിക് എന്ന് പറയുന്നത് മുഴുവൻ കണക്ക് തന്നെയാണ്. ഒരു താളം എന്ന് പറയുന്ന കണക്കാണ്, ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു സ്വരം എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ നോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അറിയാതെ വരുന്ന കുറെ മാത്സുകളുണ്ട്. പിന്നെ മാത്സ് തന്നെ ആയിട്ടുണ്ടല്ലോ, ഇപ്പൊ കച്ചേരികൾ നടത്തുകയാണെങ്കിൽ അതിൽ ഇപ്പൊ തനിയാവർത്തനം എന്നൊക്കെ പറയുന്ന മുഴുവൻ കണക്കുകളാണ്. അപ്പൊ അത് മാത്സ് റിലേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് ഫുൾ മാത്സ് ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. കടന്നു വന്ന വഴികളൊന്നും വെറുതെ ആയിട്ടില്ല, എല്ലാം മ്യൂസിക്കിലേക്ക് തന്നെയാണ്. എന്താണ്, പുഴകളെല്ലാം ഒഴുകി കടലിലെത്തുന്ന പോലെ എല്ലാ വഴികളും ഞാൻ സംഗീതത്തിലെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അടിപൊളി. ഈ തുടക്കകാലത്ത് മൊത്തം കിട്ടിയിട്ടുള്ളത് ഹൈ പിച്ചുകളുടെ ഒരു രാജകുമാരൻ അല്ലെങ്കിൽ തോഴൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഭദ്രമായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് കയ്യിലേക്ക് വെച്ച് തന്നിട്ടുള്ളതാണ്. അത് സാധാരണ നമ്മള് ഒരു തുടക്കക്കാരൻ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഒരു വഴിയും കാണുന്നില്ല. പക്ഷെ അത് നിഷാദേട്ടനിലേക്ക് കറക്റ്റ് ആയിട്ട് അത്ര സേഫ് ആയിട്ട് അവര് തന്നു, വിശ്വസിച്ച് തന്നു. അപ്പൊ അതിനെയൊക്കെ ചേട്ടൻ ഇപ്പൊ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും അതിന് കാരണം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാനൊരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടാണ് സിനിമയിലേക്കുള്ള ഇത് വരുന്നത്. രാജസേൻ സാറാണ് എന്നെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കോമ്പറ്റീഷനിൽ ഞാൻ ഫൈനൽ പാടിയ പാട്ട് ഹൈപ്പിച്ചുള്ള ഒരു പാട്ടാണ്, ഓ ദുനിയാ കെ രഖ്വാലെ, റഫി സാബിന്റെ പാട്ടാണ്. അപ്പൊ അതില് ലാസ്റ്റ് രഖ്വാലെ രഖ്വാലെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പിച്ചിലാണ് ഞാൻ നിർത്തുന്നത്. അപ്പൊ അത് കേട്ടിട്ടാണ് സാറ് ആദ്യമായിട്ട് തന്നെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ ഉണ്ട് രാജകുമാരി എന്ന സിനിമയിൽ എനിക്ക് ആദ്യത്തെ പാട്ട് തരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെ പറയാം, റെലവൻസും കൂടെ പറയാം. സാറ് ഇങ്ങനെ സാറിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് പാട്ടുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചു ഏത് തരം പാട്ടാ വേണ്ടത്, അല്ലെ ഏതാ വേണ്ടത്, നിങ്ങൾക്ക് ഏതാ വേണം. അപ്പൊ ഏതാന്ന് പാടാൻ കംഫർട്ടബിൾ എന്ന് സാറിന്റെ കൂടെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞ ഇല്ല, അവന് ഹൈപ്പിച്ചുള്ളത് മതി, ഞാനത് കേട്ടിട്ടില്ല, ഹൈപ്പിച്ചുള്ള പാട്ടുണ്ട്. പിന്നെ സാറ് അടുത്ത സിനിമയിലും അത് തന്നെയാ പറഞ്ഞു, ഇതിലൊരു ഹൈപ്പിച്ചുള്ള പാട്ടുണ്ട്, അത് നിഷാദ് പാടിയ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ അപ്പൊ സാറാണ് ശരിക്കും ആ സ്റ്റാമ്പ് ചെയ്ത് തന്നതാണ്. അപ്പൊ അതാണ് ഇപ്പം പുത്തൂരം വീട്ടിലെ, അതാണ് ആദ്യം പാടിയ പാട്ട്. തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ, നാടിന്റെ മാനവും കാത്തവരെ. അടുത്ത പടത്തിൽ സ്വപ്നം കൊണ്ടൊരു തുലാഭാരത്തിലും ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ, ഇങ്ങനത്തെ പാട്ടുകൾ. അടിപൊളി. എല്ലാം ഞാൻ ടോപ്പിൽ പിടിച്ചതാണ്. അപ്പൊ ഈ പല പാട്ടുകളും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകള്, പക്ഷെ അതിന്റെ പിറകിലുള്ള ശബ്ദം അതാണ് ഇപ്പോഴും അല്ലെ അതാണ് ഏറ്റവും ചാലഞ്ച് ആയിട്ട് എന്റെ ഒരു ലൈഫിൽ മ്യൂസിക്കൽ കരിയറിൽ ഏറ്റവും ചാലഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പാടിയെന്ന് പലർക്കും അറിഞ്ഞൂടാ, പക്ഷെ ആ പാട്ട് എല്ലാവർക്കും അറിയാം, അതോട് ഭയങ്കര ഇഷ്ടമാണ്. അതെ 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 ശരിയാണ്. ഒരുപാട് ആളുകൾ അറിയുന്ന ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യുന്നല്ലാണ്ട്, അല്ലാതെ ഇപ്പം ആ പാട്ടുകൾ ഡെയിലി കേൾക്കുന്ന പല ആളുകളും ഉണ്ട്, അവർക്ക് അറിഞ്ഞൂടാ ഞാൻ ആ പാടിയെന്നുള്ളത്. ചിലപ്പോൾ അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ അതിന്റെ മുഴുവനായിട്ട് ചകഞ്ഞു പോവാറില്ലല്ലോ. ഇപ്പം മ്യൂസിക് അല്ല ഞാൻ പറയുന്നത്, ഏത് പ്രോഡക്റ്റ്. അപ്പൊ അതുപോലെ തന്നെ അത് അവർക്ക് കേൾക്കണ്ട, അവരെ ടച്ച് ചെയ്യുന്ന എന്തോ അതിലുണ്ടോ അത് അവർ കേട്ടോണ്ടേയിരിക്കും. അത് ആരാ പാടിയത്, എന്താ ആരാ ചെയ്തത് പറ്റിയത് പോകാനല്ല, അത് അവരുടെ കുഴപ്പമല്ല സർ. ഇപ്പം ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഒരു 18 വർഷം അല്ലെങ്കിൽ 19 വർഷക്കാലത്തെ ഒരു മ്യൂസിക് ജേർണി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു അവിഭാജ്യ ഘടകമാണ് ചിത്ര ചേച്ചി എന്ന് പറയാം. തീർച്ചയായിട്ടും, കാരണം അത്രയും വർഷമായി ചേച്ചിയുടെ കൂടെ. 2007 മുതലോ 2006 മുതലോ ഒക്കെ ചേച്ചിയുടെ കൂടെ പാടുന്നതാണ്. അപ്പൊ അത്രയും കാലം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ചേച്ചിയുടെ മ്യൂസിക്കൽ എക്സ്പീരിയൻസസ് കുറേയൊക്കെ നമുക്ക് പഠിക്കാനും കേൾക്കാനും കാണാനും പറ്റി. അപ്പൊ അതൊരു
കൂടെ ഉള്ളത് തന്നെ. ഇന്ന് കുറെ പഠിക്കാനുണ്ട്. ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഈ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാല് ചേട്ടൻ ശരിയാണ്, അങ്ങനെ തോന്നും നമുക്ക്. അത്രയും ഹൈറ്റിലുള്ളപ്പം ഇപ്പം ഇന്ത്യയിലെ തന്നെ കിട്ടേണ്ട ഏറ്റവും ഹയസ്റ്റ് പദവികളെല്ലാം കിട്ടിക്കഴിഞ്ഞു. എല്ലാ അച്ചീവ്മെന്റ്സും ഉള്ള ചേച്ചി ഒരു ഇപ്പോഴും ഒരു ന്യൂ കമറെ പോലെ ഒരു പാട്ടിനെ സമീപിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പം ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ട് ഒരു പാട്ട് ചേച്ചിയെ കൊണ്ട് പാടിച്ചു. അപ്പം ഞാൻ ഒരു പാട്ട് മതിലേഖ എന്ന് പറഞ്ഞൊരു പാട്ടാണ്, ബി കെ ഹരിനാരായണൻ എഴുതിയൊരു പാട്ടാണ്. അപ്പം അത് പാടിക്കാൻ പോയപ്പോഴാണ് ഞാൻ എക്സ്പീരിയൻസ്. നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആസ് എ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ചേച്ചി നമ്മളോട് കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ്, അത് അപ്പൊ ഞാനാണെങ്കിൽ ആരാണെങ്കിലും അങ്ങനെയാണ്. അതൊരു ഒരു പുതിയ പാട്ടിനെ ഒരു ന്യൂ കമർ എങ്ങനെയാണോ ഒരു എക്സൈറ്റ്മെന്റിൽ പാടുന്നത് അതുപോലെയാണ് ചേച്ചി പാടുന്നത്. അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ ചേച്ചിയുടെ പാട്ടുകളിലുണ്ട്. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു റീലും ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ചിത്ര അത് പെട്ടെന്ന് ഇങ്ങനെ ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയ ആ പാട്ട് അങ്ങനെ എപ്പോഴും പാടാറുള്ള പാട്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു, ദേവദൂതൻ റിലീസ് ചെയ്ത സമയത്ത്. അപ്പൊ പിന്നെ ആ പാട്ട് എന്നാ പാടാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് പാടിപ്പോ പെട്ടെന്ന് ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയതാ. ആക്ച്വലി അതൊരു 1 വർഷം മുമ്പേ ഇറങ്ങിയ ഒരു നടന്നൊരു പ്രോഗ്രാം ആയിരുന്നു. അത് റീല് വന്ന 1 വർഷത്തിന് അല്ല ചേച്ചിയുടെ ആ ഒരു എക്സ്പ്രഷനും പെട്ടെന്ന് പ്രതീക്ഷ ഞങ്ങള് പ്ലാൻഡ് അല്ല, സ്റ്റേജിൽ തോന്നിയപ്പോ ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ചേച്ചി പ്ലാൻഡ് അല്ല. അപ്പൊ ചേച്ചി പെട്ടെന്ന് ചേച്ചിക്ക് തിരിച്ച് പാടാന്ന് വെച്ചാൽ ചേച്ചി അതേ ലൈൻ തന്നെ പാടി, ഞാൻ ഇത് പാടി. അപ്പൊ അത് ഭയങ്കര ആളുകൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു വേദിയിൽ ഇത് ചേച്ചി തിരിച്ചും പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഓസ്ട്രേലിയ ഒരു ഷോയ്ക്ക് പോയപ്പോ ചേച്ചി ഞാൻ ഇതേപോലെ വീണ്ടും പാടി. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്. ഇങ്ങനെ പാട്ട് വൈറലാണ്, അപ്പൊ ഞങ്ങൾ ഈ പാട്ട് പാടുന്നുണ്ട് പാടിയപ്പോ ഞാൻ ആരുനി ചിത്രയോ എന്ന് പാടി കഴിഞ്ഞപ്പോ ചേച്ചി ആരുനി നിഷാദോ പാടി, ആരുനി നിഷാദോ. അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഇപ്പം മ്യൂസിക് കമ്പോസിംഗ് എന്നുള്ള ഒരു മേഖലയും കൂടി കൈയടക്കിയിരിക്കുകയാണല്ലോ. എന്നാലും ചെറുതായിട്ട് കമ്പോസർ ഒരു ചെറിയ ട്യൂൺ മേക്കർ എന്നൊക്കെ അതൊക്കെ ഉള്ളില് കുഞ്ഞിലെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നങ്ങളെക്കാളും അത് എനിക്ക് തോന്നുന്നത് പാട്ടുകാരനാവുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ. ഇത് വെച്ചാൽ കൊറോണ സമയത്ത് ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ പ്രാക്ടീസ് ചെയ്യും, കുറെ അത് കേൾക്കും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സത്യനാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം UK നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം അവിടെ ഒരു പാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ശബ്ദമൊക്കെ പോയി. കോവിഡ് വല്ലാണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിനെ ഇതാക്കി, അതായത് ഒട്ടും പാടാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. അപ്പൊ അങ്ങനെ അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഓരോന്ന് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതുന്നൊക്കെ എനിക്ക് അയച്ചു തരും. അദ്ദേഹത്തിന് വളരെ മനോഹരമായ കൈയക്ഷരാണ്. അപ്പൊ അത് വാട്സപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണല്ലോ, അങ്ങനെ വായിച്ചു നോക്കും നമ്മള്. അങ്ങനെ അതിൽ കുറെ എഴുതി വന്നതിൽ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വെറുതെ അതിങ്ങനെ പാടി നോക്കി. അങ്ങനെ പാടി നോക്കിയപ്പോൾ അത് അദ്ദേഹത്തിന് തിരിച്ചയക്കുക, അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുക. അങ്ങനെയാണ് ഇങ്ങനെ പാട്ട് കമ്പോസിങ്ങിലേക്ക് കൂടുതൽ ഇറങ്ങാൻ. മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്കൊന്നും ഇരുന്നിട്ട് ഒന്നുമില്ല. ഇത് മുതൽ ഞാനിങ്ങനെ ചെയ്തു നോക്കാം, കുഴപ്പമില്ലല്ലോ എന്ന്. അങ്ങനെ അപ്പോൾ വീട്ടിലൊരു സിസ്റ്റം ഉണ്ട്, അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കും. അങ്ങനെയാണ് പാട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ പല സാഹചര്യങ്ങളിലും കവിതകൾ അങ്ങനെയൊക്കെ ട്യൂൺ ചെയ്തു നോക്കും. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. അല്ലാതെ ഇപ്പോഴും അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതാണ് മഹർ. അതാണ് മഹർ അങ്ങനെ വന്ന പാട്ട്. അതാണ് ഫസ്റ്റ് പാട്ട്. അത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട പാട്ട് പറയാം. പാടാൻ. മഹർ തന്ന മയക്കി എൻ്റെ മുത്തുമണിമാരൻ, മാറിലേക്കൊരമ്പു വിട്ടൻ മുത്തുമണിമാരൻ. മഹർ തന്ന മയക്കി എൻ്റെ മുത്തുമണിമാരൻ, മാറിലേക്കൊരമ്പു വിട്ടൻ മുത്തുമണിമാരൻ. അടിപൊളി. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇനിയും 2-3 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് ഇങ്ങനെ അതിനു വേണ്ടി അങ്ങനെ ട്യൂണിന് വേണ്ടി അങ്ങനെ ഇരുന്നിട്ട് ചെയ്തിട്ടില്ല.
വന്നത് വരുന്നത് അങ്ങനെ ചെയ്യുള്ളൂ, ചെയ്യുള്ളൂ. അല്ലാതെ അങ്ങനെ ഇരുന്ന് ചെയ്തിട്ടില്ല. ഞാനെന്ന മ്യൂസിക് കമ്പോസറിന്റെ ആ ഒരു വഴി എങ്ങനെയാണ്, ആ ഒരു രീതി എങ്ങനെയാണ് അതൊക്കെ? അതിനുവേണ്ടി ഇരുന്നാൽ ചിലപ്പോൾ കിട്ടില്ല. അതാ ഇപ്പൊ ഈ ചേച്ചി പാടിയ പാട്ട്, അത് മതിലേഖവിൻ വാതിലിൽ ശരറാന്തൽ തിരി നീട്ടവേ ഋതുവിൻ പരിമളമൊഴുകി നിശതൻ മൃദുലാളനമായി നീയുറങ്ങൂ മതിലേഖവിൻ വാതിലിൽ ശരറാന്തൽ തിരി നീട്ടവേ. അടിപൊളി. അതെനിക്ക് ആ, ഓർമ്മയില്ല. അത് ഞാൻ മറക്കില്ല. അങ്ങനെ എനിക്ക് ആക്ച്വലി ഒരുപാട് ഇഷ്ടമുള്ള, ഐ മീൻ ഞാനും എൻ്റെ അമ്മയും അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു പാട്ടാണ് കണ്ടു കണ്ടു കൊതി. ആ പാട്ട് ഞാൻ പഠിപ്പിച്ചു തെറ്റാണ്. അപ്പം ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതിന്റെ മെയിൽ വേർഷൻ പാടിയിട്ടുള്ളത് ചേട്ടനാണ്. എങ്ങനെയാണ് ആ പാട്ടിലേക്ക് വന്നത്? ആ പാട്ട് പാടുമ്പോൾ ചേട്ടന് ഇതുപോലത്തെ ഇമോഷണൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണോ പാടാറുള്ളത്? അത് ആക്ച്വലി എം ജയേന്ദ്രൻ ചേട്ടൻ്റെ കൂടെ കുറച്ചു കാലം ഇങ്ങനെ അസിസ്റ്റ് ചെയ്തിരുന്നു പാട്ടുകൾ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയൊരു പാട്ടാണ്. എന്ന് വെച്ചാൽ അന്ന് ഈ CD ആണ്. ആ സമയത്തൊക്കെ CD-യിൽ, ഓഡിയോ CD-യിൽ ഒരു 10 പാട്ടൊക്കെ ആവണം, എന്നാലും ആ CD അതെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സിനിമകൾ ഇപ്പോൾ ഒരേ പ്രൊഡ്യൂസറിന്റെ 2 പടങ്ങളാണെങ്കിൽ അത് ക്ലബ് ചെയ്തിട്ടൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഒരു പടം മാത്രമാണെങ്കിൽ അതിൽ പാട്ടുകൾ കുറവാണെങ്കിൽ അതിപ്പം മെയിൽ പാടിയ പാട്ടിന്റെ ഫീമെയിൽ പാടിക്കും, ഫീമെയിൽ പാടിയതിന്റെ മെയിൽ പാടി, അങ്ങനെ ഫില്ല് ചെയ്യും ആ CD. അങ്ങനെ കിട്ടിയ പാട്ടാണ് കണ്ടു കണ്ടു. അപ്പോൾ ആക്ച്വലി കണ്ടു സുജാ ചേച്ചി പാടി കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് കേട്ടിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പൊ ചേച്ചി പാടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഈ മെയില് പാടിയതെന്ന് വിചാരിക്കാറ്. അത്രയും ഒരു അമ്മ പാടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ അച്ഛൻ പാടിയ ഒരു സംഭവം. അപ്പൊ അത് ആക്ച്വലി ചേച്ചിയുടെ എക്സ്പ്രഷൻ ഒന്നും റിപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് വേറൊരു ലെവൽ പരിപാടിയാണ്. അപ്പൊ ഇനി പാടിയൊക്കെ ഇഷ്ടായി ലെവലിലെ പാടുന്നത്. അപ്പൊ നമ്മളത് ചേച്ചിയുടെ ഇൻസ്പിറേഷൻ തന്നെ, ചേച്ചി പാടി കേട്ടിട്ട് തന്നെ ഞാൻ പാടി. അപ്പൊ ആ ഓൾമോസ്റ്റ് ആ കേൾക്കുമ്പോ തന്നെ അറിയാം, ആദ്യത്തെ പല്ലവിയൊക്കെ ചേച്ചി പാടിയ പോലെയാണ് ഞാൻ പാടിക്കുന്നത്, ഏകദേശം അതേപോലെയാണ് പാടിക്കുന്നത്. അങ്ങനെ കിട്ടിയൊരു പാട്ടാണത്. അപ്പൊ അതിൽ അനുപല്ലവി വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ, കേൾക്കുന്ന ആളുകൾക്കല്ല. കൊച്ചു കൊച്ചു പൂവിന്റെ ചില്ലു വെച്ച ചിറകിൽ കുരുനീളം തിങ്കളേ നീ ഉദിച്ചു, കൊച്ചു കൊച്ചു പൂവിന്റെ ചില്ലു വെച്ച ചിറകിൽ കുരുനീളം തിങ്കളേ നീ ഉദിച്ചു, നിന്റെ കണ്ണാടിക്കുരുവിക്കും കൈതോല പറവയ്ക്കും പിരിയാത്ത കൂട്ടായി പോരുന്നു ഞാൻ, നിന്നോട് മിണ്ടാതെ ഉറങ്ങൂല ഞാൻ. അത്രയും പാടി കഴിഞ്ഞപ്പോ എനിക്ക് ശരി കുഴപ്പമില്ല. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ, മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം. ഇങ്ങനെ ഇപ്പം ഈ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് ഞാൻ എങ്ങനെ അച്ഛനായിട്ട് പാടും എന്നൊക്കെ ഒരു സാധനം വന്നല്ലോ. എപ്പോഴെങ്കിലും അത് നമ്മൾ ആ ഒരു പാട്ട് പാടുമ്പോൾ ആ ഇമോഷണൽ ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും സ്റ്റേജിലോ ലൈവിലോ ഒക്കെ പാടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പാട്ട് റെക്കോർഡിങ്ങിന്റെ ഇടയിലാണെങ്കിലും ടു ഇമോഷണൽ ആയി പോയിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും പാട്ടുകൾ എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടോ? ചില പാട്ടുകൾ പാടുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഞാൻ പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ടുകാരന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇമോഷണലി കൺവേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പാട്ടുകാർക്കും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളത് അപ്പൊ സത്യം പറഞ്ഞ ചില പാട്ടുകൾ, അത് ഏതൊക്കെ പാട്ടുകളാണെന്ന് ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ പാട്ടുകൾ എന്താന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ നമുക്ക് ലിറ്ററലി നമ്മൾ കരഞ്ഞാൽ പിന്നെ പാടാൻ പറ്റില്ല. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ പാട്ടിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇമോഷണൽ ആ ഒരു സംഭവത്തിനെ ഓവർകം ചെയ്യുന്നത് വരെ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കും.
ആ പാട്ട് കേട്ട് 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 അതിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഉം. അപ്പം അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ അത് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. റെക്കോർഡിങ്ങിൽ പാടുമ്പോൾ നമ്മൾ അറിയാണ്ട് വിങ്ങിപ്പോവും. ഉം. വിങ്ങിയിട്ട് നമ്മൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉം. ഏത് പാട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. ഉം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉം. ഉം. എന്നുവെച്ചാൽ അതിങ്ങനെ വല്ലാണ്ട് നമ്മളെങ്ങനെ ഇമോഷണലി ഇങ്ങനെ വല്ലാണ്ട് പിടിച്ച് കുലുക്കിയിട്ട് പാട്ട് നിന്ന് പോകും. അങ്ങനെ ഉം. തൊണ്ട ഇങ്ങനെ പിടിക്കും ഉം. നമുക്ക്. ഉം. ഉം. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാട്ട് ഇങ്ങനെ കേട്ട് 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 നമ്മൾ കരയാത്ത ഒരു പൊസിഷനിലെത്തും നമ്മൾ അതിന്റെ പീക്കില്. ആ വീക്കിൽ. പിന്നെ കരയില്ല. ആ. പിന്നെ ആ പാട്ടിനെ നമ്മൾ എടുത്തിട്ട് അപ്പോൾ നമ്മളെ ഉള്ളിലായി ആ ഉം. പാട്ട്. ഇനി പ്രശ്നമില്ല. ഉം. ഇനി ആ പാട്ടിനെ കൺവേ ചെയ്താൽ മതി അപ്പുറത്തേക്ക്. അത് ഈസി ആയിട്ട് നടക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഉം. അത് ചില റെക്കോർഡിങ്ങിലും സംഭവിച്ചിട്ടുണ്ട്. ചില പോർഷൻസ് വരുമ്പോൾ ചില അത്ര മനോഹരമായിട്ട് ചെയ്ത ചില ഒരു പോർഷനൊക്കെ വരുമ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ആയിപ്പോവും. ഉം. ഇപ്പൊ കുറച്ചു നേരം ഒന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ആരും അറിയിക്കാതെയൊക്കെ അറിയാടാ. അങ്ങനെയൊക്കെ പോയിട്ട് ആ. അത് അങ്ങോട്ട് പാടും. അങ്ങനെയാണ്. അതുണ്ട്. അതെല്ലാ പാട്ടുകാർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തുമ്പപ്പൂ ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ തുമ്പപ്പൂ എപ്പോഴെങ്കിലും? ആക്ച്വലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇല്ല. കാരണം ആ പക്ഷെ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ ആ. എവിടേക്കോ കൊണ്ട് കീറും. ഉണ്ട് ഉണ്ട്. ഈവൻ എന്താ ബ്രേക്കപ്പ് ഇല്ലാത്തവർക്ക് പോലും എന്തോ ഒരു ഭയങ്കര ഒരു വിഷമം കൊളുത്തുന്ന ഒരു സാധനമാണ്. എവിടെയോ അങ്ങനെ കൊളുത്തുന്നുണ്ട്. കൊളുത്തും. പക്ഷെ ആക്ച്വലി ഞാൻ ആ പാട്ടിന്റെ വരികളിലൂടെ സഞ്ചരിച്ചിട്ടേ ഇല്ല. കാരണം അത് അങ്ങനെ സഞ്ചരിച്ചാൽ ചിലപ്പോൾ ആയിപ്പോയാനെ കേട്ടോ. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. അത്തരം പാടുമ്പോ തന്നെ ചിലർക്ക് കരച്ചിൽ വരും. ഇമോഷണലി ഭയങ്കര ഹെവിനെസ്. കാരണം ആ കറക്റ്റ് ആ വാങ്മയ ചിത്രം എന്നൊക്കെ പറയണ പോലെ ആ പിക്ചർ നമുക്ക് കറക്റ്റ് കിട്ടണുണ്ട്. അവന്റെ പ്രതീക്ഷ ഇല്ല എന്നുള്ള ഒരു സാധനം പറഞ്ഞു വെക്കണുണ്ട്. അതിൽ ചേട്ടന്റെ ഫസ്റ്റ് പറ്റി തന്നെ പറയുന്നുണ്ട്. അതാണ് അത് വല്ലാത്തൊരു. പിന്നെ അതിന്റെ അനുപല്ലവൊക്കെ മനോഹരമാണ്. 2 ടൈപ്പ് ആണ് അതിന്റെ ട്യൂണുകൾ. അന്തിക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം, മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊതിക്കില്ലെന്നറിയാം, മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം, തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. കൈയടിക്കുന്നതിന് പകരം മനസ്സിങ്ങനെ എന്താ പറയാ എവിടെയോ ഇങ്ങനെ കൊളുത്തി വരയില്ലേ, ആ ഒരു സാധനമാണ്. ഞാൻ ചേട്ടന് ഇന്റർവ്യൂ എടുക്കണതിന് തൊട്ട് മുമ്പ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ വല്ലാണ്ട് ഇതായിപ്പോയി. അങ്ങനെ അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പം ഇന്റർവ്യൂ എടുക്കണ കാര്യം വിളിക്കുമ്പോഴത്തേക്കും കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, തേൻതുള്ളി പോലൊരു പാട്ട്. സിബി സാറിന്റെ ഒരു 6 വർഷത്തെ ഒരു ഇതിന് ശേഷം, ഒരു ബ്രേക്കിന് ശേഷം വന്നിട്ടുള്ള പാട്ടാണ്. സിബി സാറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പാട്ട് എത്രത്തോളം നിഷാദേട്ടന് പ്രിയപ്പെട്ടതാണ്? അയ്യോ, അത് വളരെ പ്രിയപ്പെട്ട. കാരണം അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. സിബി സാറിന്റെ ഒരു നന്മയും കൂടി ഉണ്ട് ആ പാട്ടിൽ. വെച്ചാൽ സാറ് 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2005 എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു ഖത്തറിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത്, ഹൃദയരാഗങ്ങൾ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അത് ചന്ദ്രമോഹൻ പിള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോഴും അത് സീരീസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹൃദയരാഗങ്ങൾ വെച്ചാൽ മെലഡികളുടെ ഒരു കോമ്പിനേഷനാണ് ആ പരിപാടി. അത് ഭയങ്കര ഹിറ്റാണ് ഖത്തറിൽ. ചന്ദ്രമോഹൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെ നല്ല ഒരു സംഘാടകനും ഒരു നിർമ്മാതാവും പിന്നെ എഴുത്തുകാരനും അതേപോലെ തന്നെ നടനും കൂടിയാണ്. അദ്ദേഹം കടുവയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻചേട്ടന് പ്രത്യേകമായ മോഹൻചേട്ടനാണ് അത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പം ആ സമയത്ത് അത് SD കോളേജിലാണ് മോഹൻചേട്ടൻ പഠിച്ചത്. അത് എന്നെ അന്ന് കൊണ്ടുപോയത് രാജാമണി സാറാണ് ആ പ്രോഗ്രാമിന്. രാജാമണി സാറിന്റെ ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം തുടങ്ങുന്ന ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ SD കോളേജിലെ ആലപ്പുഴ SD കോളേജിൽ പഠിച്ചിട്ടുള്ള അലുമിനീസിന്റെ ഒരു കൂട്ടായ്മ പോലെയാണ് തുടങ്ങിയത് അത്. അപ്പോൾ അവിടെയാണ് സാറും പഠിച്ചത്, സിബി സാർ. അപ്പോൾ സിബി സാറായിരുന്നു ഗസ്റ്റായിട്ട് വന്നത്. അപ്പോൾ ഞാൻ അന്ന് ബാബുക്കയുടെ പാട്ടുകളൊക്കെ ആയിരുന്നു ഞാൻ പാടിയത്, MS ബാബുരാജ്. അപ്പം അത് കേട്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു,
നന്നായിട്ട് പാടി. അപ്പം സിനിമയിൽ പാടണ്ടേ എന്നൊക്കെ ചോദിച്ചെന്നോട്. ഏടാ. പറയോ അവ അത് ചോദിച്ചപ്പോ പെട്ടത് സൈലസ് അബ്ദുള്ള അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മളെ തലയിൽ കൂടെ മൈൻഡിലേക്ക് പോകുന്ന വന്ന് ഭാരതം. അയ്യോ അതൊക്കെ. അപ്പൊ വേണം വേണം സാർ നോക്കാം പറഞ്ഞു. അങ്ങനെ അങ്ങനെ സാറിന്റെ ആദ്യത്തെ പടം ഞാൻ പാടുന്നത് വയലിൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ബിജുബാലേട്ടൻകാരനാണ് കേട്ടോ ബിജുബാലേട്ടനെ പാടിച്ചത്. അതൊരു മെലഡി ആയിരുന്നു. കാണക്കൊമ്പിൽ പൂവിൽ തങ്ങും വെള്ളിപ്പൂമ്പാറ്റേ നിന്റെ നെഞ്ചിൽ തട്ടി കണ്ണിൽ തത്തി പാറിപ്പോവല്ലേ, ഇങ്ങനെ ഒരു പാട്ടാ. അത് പക്ഷെ നിർഭാഗ്യവശാൽ അത് ഷൂട്ട് ചെയ്യപ്പെട്ടില്ല ആ പാട്ട്. അപ്പൊ സാറ് പറഞ്ഞ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം സാറിന്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം മേ ബി. അങ്ങനെ കറക്റ്റായിട്ട് ഈ പടം വന്നു. പടം കൊത്ത് വന്നപ്പം ആക്ച്വലി കൈലാസ് ആണ് എന്നെ വിളിക്കുന്നത് പാടാനായിട്ട്. അപ്പൊ എനിക്ക് ഇതിന് പിന്നിൽ ഇങ്ങനെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പാട്ട് എല്ലാം റെക്കോർഡിങ് കഴിഞ്ഞ് സാറ് പാട്ട് കേൾക്കാൻ വന്നപ്പോ സാറ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ സാറ് എല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ടുണ്ട് പാടിയത്. അപ്പൊ എന്റെ വാക്ക് ഞാൻ പാലിച്ചു. അയ്യോ സാർ ഞാൻ അതൊന്നും ഓർത്തില്ല. പക്ഷെ സാറിന്റെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ ഓർമ്മയുണ്ട്. അതെ അതെ. അപ്പൊ ഒരു സന്തോഷമായ സന്തോഷം അത് ഓർത്തിരിക്കുന്നില്ല. കൈലാസിന് നന്ദി, ഒരുപാട് സ്നേഹം കൈലാസെ. അപ്പൊ അങ്ങനെ ആണ് ആ പാട്ടിന്റെ പിന്നിൽ. അപ്പൊ അതൊരു സ്പെഷ്യലാണ് എനിക്ക് ആ പാട്ട് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്നത്. തേൻതുള്ളി പോലെ ആ പാട്ടൊന്ന്. തേൻതുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം, മുകൾ ചിത്രമായി നീ എൻ മനസ്സിൻ വാതിലിൽ ചുരുൾ നീർത്തി നിന്നു പിന്നെങ്ങോ മാഞ്ഞു പോയി ഇലലാനാക്കിനാവാകെ തേടി നിൻമുഖം, തേൻ തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം കണ്ണിറയെ കൗതുകം. നല്ല വാക്കുകളും വരികളും പാട്ട്. അപ്പം ഇപ്പം മയങ്ങിപ്പോയി, അതുപോലെ തന്നെ പാലപ്പൂ ഇതളിൽ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ വരുമ്പോഴും ചേട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് എല്ലായ്പ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കുള്ള പാട്ടുകൾ എന്നിലേക്ക് തന്നെ വരും എന്നുള്ളത്. അത് ആക്ച്വലി ഒരു തികഞ്ഞ ആത്മവിശ്വാസം നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഈ ഒരു മ്യൂസിക്കൽ ജേർണി ചേട്ടന് തന്നിട്ടുള്ള കൈമുതലാണ്. തീർച്ചയായിട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് പാട്ടിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നല്ലാണ്ട് നമ്മൾ ഈ പാട്ടിന് വേണ്ടി ശ്രമിക്കുന്നതിൽ അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ശ്രമിച്ചിട്ടൊന്നും കിട്ടില്ല. കാരണം നമുക്ക് എഴുതി വെച്ച പാട്ടുകളെ നമുക്ക് കിട്ടുള്ളൂ. കാരണം ചില പാട്ടുകൾ ഞാൻ മാറ്റി പാടിയിട്ടുണ്ട്, എൻ്റെ പാട്ടുകൾ പലരും മാറ്റി പാടിയിട്ടുണ്ട്, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അത് മോശം കൊണ്ടല്ല, ഐ മീൻ പാടിയത് മോശമായതുകൊണ്ടല്ല. ചിലപ്പോൾ ഇപ്പോൾ സിനിമയാണല്ലോ, സിനിമയുടെ സിറ്റുവേഷൻ ചിലപ്പോൾ ഈ ഒരു ശബ്ദം പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് മാറുന്നത്. അല്ലാതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പാട്ടുകൾ ഇപ്പോൾ ചിലപ്പോൾ വന്നോളൊന്നുമില്ല, വിചാരിക്കാത്ത പാട്ടുകൾ ചിലപ്പോൾ കയറിപ്പോയി. ഇപ്പം ഈ സിനിമയിൽ തന്നെ തിരക്കഥയിൽ തന്നെ ശരത്തേട്ടൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ പാലപ്പൂതൽ ഹിറ്റ് ആവുന്നുള്ളത്. അതിപ്പോഴും ശരത്തേട്ടൻ പറയാറുണ്ട്. അപ്പോൾ അതില് വേറെയും ആ ആൽബം തന്നെ മനോഹരമായ ആൽബമാണ്. അപ്പം അതിലെല്ലാ പാട്ടുകളും ഒരു ഡിഫറെന്റ് ജോണറിൽ ചെയ്ത പാട്ടുകളാണ്. അപ്പം അതിൽ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു 80s ഒരു അങ്ങനത്തെ സൗണ്ട് ചെയ്യുന്ന ഒരു പാട്ട് ആയതുകൊണ്ടായിരിക്കാം ആ കാലഘട്ടത്തിൽ അത് ഹിറ്റായി പോയത്. അപ്പൊ അത് എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഹിറ്റാവെന്ന് വിചാരിച്ച പാട്ടല്ല. അതാണ് അപ്പൊ അത് ഞാൻ പറയുന്നത്. അപ്പൊ അത് പാടാനുള്ള അവസരവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞ ഞാനൊരു റെക്കോർഡിങ്ങിന് ഇങ്ങനെ വേറൊരു റെക്കോർഡിങ്ങിന് ചിത്രേച്ചിയുടെ ഒരു ആൽബം, എന്താ പറയുക, ഓഡിയോ ട്രാക്സ് എന്ന് പറയുന്ന ചേച്ചിയുടെ ഓഡിയോ കമ്പനി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആൽബം പാടാൻ വേണ്ടി ഞാൻ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ പോയ സമയത്താണ് ഈ തിരക്കഥയുടെ ഇത് റെക്കോർഡിങ് അവിടെ നടക്കുന്നത്. ശരത്തേട്ടൻ താഴത്തെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ മേലെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രേക്ക് ടൈമിൽ നമ്മളിങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ കോമൺ ഏരിയയിൽ വരും. അപ്പൊ അവിടെ വന്നപ്പോ നീ അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ 2 ദിവസം ശരി. അപ്പൊ കുറെ ശരത്തേട്ടൻ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ അപ്പൊ മനസ്സിലിങ്ങനെ എന്തോ ആലോചിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതിലൊരു പാട്ടുണ്ട്, ചിലപ്പോ നീ പാടിയാ കറക്റ്റ് ആവും എന്ന് പറഞ്ഞു എന്നോട്. നീ
പാടി നോക്കുന്നു, ഫുൾ പാടാൻ ഓക്കെ ആവുകയാണെങ്കിൽ ഓക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാടി നോക്കുന്നു, ഞാൻ ആ ഫുൾ സോങ് പാടുന്നു. പാടി ഞാൻ മറ്റേ റെക്കോർഡിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്നു. പിന്നെ ഇതിനെ പറ്റിയൊന്നും ആരും ഒന്നും കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. അന്ന് ഇതേപോലെ മൊബൈലൊന്നും അങ്ങനെ വിളിക്കുന്ന സമയമല്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ പാട്ട് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, "ഏ പാട്ട് ഓക്കെ ആയിട്ടുണ്ട്" എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ശ്വേതയും കൂടെ പാടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "ആ അടിപൊളി സോങ്." അപ്പം അങ്ങനെ പാട്ട് പാടുന്നു, പാട്ട് പാടും അവിടെയും കഴിഞ്ഞ് പിന്നെയും സമയം എടുത്തു അത് പാട്ട് ഇറങ്ങാനായിട്ട്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പാട്ട് ഇങ്ങനെ ഹിറ്റാവുന്നു. അപ്പോൾ പറഞ്ഞു, "എടാ പാട്ട് ഹിറ്റാന്ന് തോന്നുന്നുണ്ട്." അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഒരു ഗൾഫ് മലയാളി മ്യൂസിക് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് അനൗൺസ് ചെയ്ത്, അത് ദുബായിൽ വെച്ചിട്ടാണ്, ഒരു FM ചാനലിൻ്റെയാണ് അവാർഡ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബെസ്റ്റ് അപ്കമിങ് സിംഗർ എന്ന് പറഞ്ഞിട്ട് ഈ പാലപ്പൂതിൽ പാടി എനിക്ക് കിട്ടി. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അടിപൊളി. അപ്പോൾ കൊള്ളാട്ടെ. അങ്ങനെ 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 അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിക്കാതെ സംഭവിക്കുന്നതല്ല, നമ്മൾ ആലോചിച്ചിട്ട് സംഭവിക്കുന്നതല്ല. അപ്പൊ അതേപോലെയാണ് പാട്ട് കിട്ടുന്നത്. അപ്പോൾ പാട്ട് ചിലപ്പോൾ കിട്ടുന്ന പാട്ടുകൾ ഇനിയിപ്പോ ആര് ശ്രമിച്ചാലും എനിക്ക് കിട്ടേണ്ട പാട്ട് എനിക്ക് തന്നെ കിട്ടും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് സോളോ അല്ലെ? അത് ഏതാ ഇപ്പൊ വരാൻ? അത് എൻ്റെ ഒരു സോളോ, ഇപ്പൊ ലൈവ് ഒരു സോളോ, ഒരു ഗസൽസ് ഒക്കെ ചെയ്യുമെങ്കിൽ പോലും ഒരു സോളോ, ഒരു അല്ലാത്തൊരു ജോണർ സാധനം ചെയ്തിട്ടില്ല ഞാൻ, സോളോ ആയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അതിനൊരു ശ്രമം നടത്തുകയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പം വാട്ടേപ്പാട്ടിൽ ഇന്ന് നമ്മുടെ കൂടെ ചേർന്നത് നിഷാദേട്ടനാണ്. അപ്പൊ നിഷാദേട്ടന് ഇനി ഇതുപോലെ തന്നെ ഭാവഗായകനായി തന്നെ ഞങ്ങളുടെ ഇടയിൽ ഇനി തുടരാനും ഇതുപോലത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള ഹിറ്റുകൾ ഇനിയും ഒരുപാട് ഉണ്ടാവാനായിട്ടും ഞങ്ങൾക്ക് തരാനായിട്ടും ചേട്ടന് കഴിയട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.